വെൽക്കം ടു അനിയാക്ക് എഡ്യൂടെക്. അപ്പോൾ നമ്മൾ SLC മാത്സിലെ ഒന്നാമത്തെ പാഠമായ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റിൽ SLC ഓണം എക്സാം മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് മാത്സിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യത്തിലോട്ട് പോവാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 65. ഓക്കെ, ആദ്യത്തെ 5 ടേമുകൾ കൂട്ടുമ്പോൾ 65 കിട്ടും. ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 11 ടേംസ് ഈസ് 275, 275. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം തേർഡും സിക്സ്തും ടേംസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കാൻ പോവാണ്. ഈ പാഠത്തിൽ കുറെ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്മിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടേം മുതൽ nth ടേം വരെ, ആദ്യത്തെ ടേം മുതൽ nth ടേം വരെയുള്ള സമ്മിന്റെ ഇക്വേഷൻ ആണ് Sn. അതായത് ഫസ്റ്റ് n ടേംസിന്റെ സം Sn ഈസ് ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻ പഠിക്കാനുണ്ട്. രണ്ട് ഇക്വേഷൻ നമുക്ക് ആവശ്യം വരും. സോ രണ്ട് ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചേ പറ്റൂ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. Snന്റെ ഒരു ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഓരോ ഇക്വേഷനും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വേറൊരു ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn, n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പൊ എപ്പോഴാണ് ഈ ഓരോ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 5, 9 എക്സെട്ര ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഏതോ ഒരു 35ാമത്തെ ടേം വരെയുള്ള സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം അവിടെ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ കൊടുക്കണം? xn ഉള്ള ഇക്വേഷൻ കൊടുക്കണം. അതായത് n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കണം. ഓക്കെ, അതല്ല നിങ്ങളടുത്ത് പറയുന്നു 5, 9 എക്സെട്ര ഇങ്ങനെ പോയിട്ട് ആദ്യത്തെ ഒരു 30 ടേമിന്റെ സമ്മം കണ്ടുപിടിക്കാൻ പറയുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് ടേം ഇല്ല. അപ്പൊ നിങ്ങൾ ഏത് കൊടുക്കണം? ആദ്യത്തെ ഇക്വേഷൻ കൊടുക്കണം. അപ്പൊ ഒന്നുകൂടി പറയുക, ആ ഒരു nth ടേം കൂടി ഉണ്ടെങ്കിൽ, അവസാനത്തെ ടേം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. അവസാനത്തെ ടേം ഇല്ലെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദി തേർഡ് ആൻഡ് സിക്സ്ത് ടേം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് തന്നിരിക്കുന്ന സാധനം എഴുതാം. ആദ്യത്തെ 5 ടേമിന്റെ സമ്മാണ് 65. ആദ്യത്തെ 5 ടേമിന്റെ സം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് എഴുതും? S5 ഈസ് ഈക്വൽ ടു 65. ഓക്കെ അല്ലേ? ഇനി ഞാൻ നോക്കി എന്റെ 5ാമത്തെ ടേം വല്ലതും ഉണ്ടോ? 5ാമത്തെ ടേം ആണ് ഇവിടുത്തെ xn. S5 ആകുമ്പോൾ x5 അല്ലെ, x5. 5ാമത്തെ ടേം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഏത് ഇക്വേഷൻ കൊടുക്കണം? ആദ്യത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? Snന്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ S5ന്റെ ഇക്വേഷൻ എന്ത് വരും? ഈ ഇക്വേഷനിൽ n കിടക്കുന്നിടത്ത് 5 കൊടുത്താൽ പോരെ? അപ്പൊ 5/2 ഇൻറ്റു x1 എന്നൊരു മാറ്റവും ഇല്ല, 2x1 പ്ലസ് n പകരം എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. 5-1 ഇൻറ്റു ഡി. ഇതാണ് എന്തെന്ന് പറയുന്നത്? 65 എന്ന് പറയുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഉറപ്പുള്ള ചോദ്യമാണ്. സ്ഥിരമായിട്ട് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ദാറ്റ് ഈസ് 5/2 ഇൻറ്റു 2x1 പ്ലസ് 5 എന്ന് വെച്ചാൽ 4d ഈസ് ഈക്വൽ ടു 65. ഓക്കെ, ഞാൻ ഇനി ചെയ്യാൻ പോണ പരിപാടി 5/2 ഇൻറ്റു ഈ ഒരു സാധനത്തിൽ നിന്ന്, ഈ കിടക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് 2 കോമൺ എടുക്കാൻ പോവുക. ഓക്കെ, 2 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ നിന്ന് 2 പോയി കഴിഞ്ഞാൽ x1 അല്ലെ, 2നെ x1 കൊണ്ട് ഗുണിച്ചാൽ 2x1 കിട്ടും. ഇനി 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 2 കിട്ടും. സോ x1 പ്ലസ് 2d. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. 2 കോമൺ എടുക്കുമ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 x1 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, അപ്പൊ 2d എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 65. എന്ത് സംഭവിക്കും? 2ഉം 2ഉം വെട്ടിപ്പോയി. അങ്ങനെ വെട്ടിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കോമൺ എടുത്തത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു x1 പ്ലസ് 2d ഈക്വൽ ടു 65. അപ്പൊ ഞാൻ ഈ 5നെ കൂടി അപ്പുറത്ത് കൊണ്ടുപോകുന്നു. x1 പ്ലസ് 2d ഈസ് ഈക്വൽ ടു 65. 5 ഇൻറ്റു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 5 ആവും. സോ x1 പ്ലസ് 2d എത്ര കിട്ടും? 13 കിട്ടും. 65നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയേ, x1ന്റെ കൂടെ ഒരു d ആഡ് ചെയ്താൽ, x1ന്റെ കൂടെ ഒരു d ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? x2 കിട്ടും, രണ്ടാമത്തെ ടേം കിട്ടും. പിന്നെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്താലോ x3 കിട്ടും, മൂന്നാമത്തെ ടേം കിട്ടും. അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. നമ്മൾ ആദ്യത്തെ ക്ലാസ് തൊട്ടേ പറയുന്നതാണ്, x1ന്റെ കൂടെ 2d കൂട്ടി, അപ്പൊ എത്രാമത്തെ ടേം കിട്ടും? 1, 2, 3, മൂന്നാമത്തെ ടേം കിട്ടും. സോ x3 എത്ര?
13 അല്ലെ x3 എത്ര 13. നമ്മുടെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ. അതുപോലെ നമുക്ക് രണ്ടാമത് തന്നേക്കുന്നത് അതായത് 5 ടേംസിന്റെ സമ്മ് 65 ആണ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തപ്പോൾ എനിക്ക് മൂന്നാമത്തെ ടേം കിട്ടി. അപ്പൊ രണ്ടാമത് പറഞ്ഞേക്കുന്ന സാധനം എടുത്താൽ എനിക്ക് എന്ത് കിട്ടും 11ാമത്തെ ടേം കിട്ടും. ആറാമത്തെ ടേം കിട്ടും. ഞാൻ നോക്കുവാണ്. സം ഓഫ് ദി ഫസ്റ്റ് 11 ടേം ഈസ് 275. അപ്പൊ ഞാൻ എഴുതി സം ഓഫ് ദ ഫസ്റ്റ് 11 ടേം S11 ഈസ് ഈക്വൽ ടു 275. ആദ്യത്തെ ഇക്വേഷനിൽ കൊടുത്തു. എന്തായിരുന്നു ഇക്വേഷൻ? n/2 into 2x1 plus n-1 into d ആയിരുന്നു ഇക്വേഷൻ അല്ലെ. അപ്പൊ n/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 11/2 into 2x1. അതിന് മാറ്റമൊന്നും വരുത്തണ്ട. 2x1 plus 11 minus 1 into d is equal to എത്ര? 275. നേരത്തെ പോലെ 11/2 into 2x1 plus 11 കുറച്ചാൽ 10 d is equal to 275 അല്ലെ. 11/2 into 2 കോമൺ എടുക്കുന്നു. 2 into 2 കോമൺ എടുത്താൽ x1 ആണ്. 10 2 ഡിവൈഡ് ചെയ്താൽ 10/2 എത്ര? 5 d ഈസ് ഈക്വൽ ടു 275 അല്ലെ. രണ്ടും വെട്ടിപ്പോയി. ഈ 11 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? x1 plus 5d ഈസ് ഈക്വൽ ടു 275 ഡിവൈഡഡ് ബൈ 11. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 275 ഡിവൈഡഡ് ബൈ 11. രണ്ടിനകത്ത് 11 ഇല്ല. 27 എടുക്കുമ്പോൾ 2 11 22. 7 2 കുറച്ചാൽ 5 55 എത്ര? 11. 5 11 55. എളുപ്പമല്ലേ? അപ്പൊ എത്ര കിട്ടും ആൻസർ? 25 കിട്ടും. സോ ആൻസർ 25. x1 plus 5d എന്താണ്? ഒന്നിന്റെ കൂടെ 5 കൂട്ട് 6. സോ ആറാമത്തെ ടേം ആണ്. അപ്പൊ x6 എനിക്ക് എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. നോക്കിക്കോ, നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിയേ, എന്റെ x6 ഉണ്ട്, x3 ഉണ്ടോ? ആദ്യമേ 13 ഉണ്ട് അല്ലെ. x3 എന്ന് പറയുന്നത് 13 ആണ്, x6 എന്ന് പറയുന്നത് 25 ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചായിരിക്കും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞൊരു ഇക്വേഷൻ ആണ് xm മൈനസ് xn ഡിവൈഡഡ് ബൈ m മൈനസ് n. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കോമൺ ഡിഫറൻസിന്റെ ഇക്വേഷൻ. അപ്പൊ xm എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് x6 കൊടുക്കാം അല്ലെ. x6 മൈനസ് x3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 എന്നല്ലേ വരുന്നത്. ഈ നമ്പർ താഴെ കൊടുക്കും. x6 എന്ന് പറയുന്നത് 25 ആണ്. 25 മൈനസ് 13 ഡിവൈഡഡ് ബൈ 6 3 കുറച്ചാൽ 3. ദാറ്റ് ഈസ് 25 13 കുറച്ചാൽ എത്ര? 12. 12/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. സി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? എളുപ്പമാണ്, നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ x1 ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കി, എനിക്ക് ഇതിലുള്ള ആരെ വേണമെങ്കിലും എടുക്കാം. x6ഓ x3ഓ എടുക്കാം. ഞാനിപ്പോ x6 എടുക്കുന്നു. x6ന്റെ കൂടെ എത്ര d കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് x1 കിട്ടും? 6 1 കുറച്ചാൽ 5. സോ 5 d കുറച്ചാലാണ് എനിക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു x6 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 25 ആയിരുന്നു. അപ്പൊ 25 മൈനസ് 5d, 5 ഇൻറ്റു d 4 ആണ്. 5 ഇൻറ്റു 4 25 മൈനസ് 5 ഇൻറ്റു 4 20 കിട്ടും. സോ ആൻസർ എത്ര കിട്ടും? 5 കിട്ടും അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടി, 5 ആണ്. നെക്സ്റ്റ് ഞാൻ നോക്കുന്നു, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം പഠിച്ചു. റൈറ്റ് ദി ആൾജിബ്രൈക് ഫോം. ആൾജിബ്രൈക് ഫോം ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാ അല്ലെ. എന്താണ് ഇക്വേഷൻ? ആൾജിബ്രൈക് ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എത്രയാണ്? ഒന്നാമത്തെ ടേം 5 ആണ്. ആൾജിബ്രൈക് ഫോം എഴുതുമ്പോൾ n മാറ്റം കൊടുക്കണോ? വേണ്ട. അപ്പൊ n അതുപോലെ ഇട്ടാൽ മതി. n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 4. സോ n-1 ഇൻറ്റു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 ഇൻറ്റു n 4n ആണ്. 4 ഇൻറ്റു -1 -4 ആണ് അല്ലെ. ദാറ്റ് ഈസ് 4n അതുപോലെ എഴുതി. 5 മൈനസ് 4 എത്ര? 1. സോ 4n പ്ലസ് 1 ആണ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. xn ഈസ് ഈക്വൽ ടു 4n പ്ലസ് 1 ആണ് നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സംസ് ഓഫ് ദി ഫോളോയിങ്. ഈ സമ്മുകളെല്ലാം കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഒരു 2 എണ്ണം ചെയ്യും, ബാക്കി 2 എണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യത്തെ സമ്മ് വളരെ എളുപ്പമാണ്. ആദ്യത്തെ സമ്മ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ട സമ്മാണ്. 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ സമ്മിന് ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ 1 2 3, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ന്റെ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? n ഇൻറ്റു n പ്ലസ് 1/2 എന്ന്
എന്ന് പറയുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? 20 വന്നു. സോ എന്നിന്റെ ഇക്വേഷൻ എന്ത് കൊടുക്കുക? 20 കൊടുക്കുക. 20 ഇൻറ്റു 20 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം ഈ 20ഉം വെട്ടിയാൽ എനിക്ക് ഇവിടെ എത്ര കിട്ടും? 10 കിട്ടും അല്ലെ. അപ്പൊ 10 ഇൻറ്റു 20 ഒന്നും കൂട്ടിയാൽ 21. ആൻസർ എത്ര? 210. ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത ഞാൻ എന്താ ബി ക്വസ്റ്റ്യൻ ഹോംവർക്ക് എന്നിട്ട് സി ചെയ്യാൻ പോവുകയാണ്. ബി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക, സി ഞാൻ ഇപ്പൊ ചെയ്യും. സി ഈസ് ഈക്വൽ ടു 5 പ്ലസ് 9 പ്ലസ് 13 പ്ലസ് എക്സെട്ര പ്ലസ് 81 ചോദ്യം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇക്വേഷൻ പറഞ്ഞു. എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ എടുത്തത്? ഇവിടെ എന്റെ കയ്യിൽ ലാസ്റ്റ് ടേം ഉണ്ട്. ലാസ്റ്റ് ടേം ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കൊടുക്കുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് n അറിയത്തില്ല, എത്ര ടേംസ് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ പുതിയ ഇക്വേഷൻ, ഈ ഇക്വേഷൻ എല്ലാം എഴുതി കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. n ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഓക്കെ, ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് n കണ്ടുപിടിച്ചിട്ട് ആ n ഞാൻ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കും. തുടങ്ങാമല്ലോ. അപ്പൊ n-ന്റെ ഇക്വേഷൻ xn മൈനസ് x1 ബൈ d പ്ലസ് 1 ആണ്. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, അതായത് 81 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം 5 ഡിവൈഡഡ് ബൈ d എത്ര? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ പോരെ? 9 5 കുറച്ചാൽ 4. അപ്പം ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 81 5 കുറച്ചാൽ 76 ബൈ 4 പ്ലസ് 1. 76 ബൈ 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 76 ബൈ 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 19 കിട്ടും. 19 പ്ലസ് 1 ആൻസർ എത്ര? 20. അപ്പൊ എങ്ങനെയാണ് ഞാൻ n കണ്ടുപിടിച്ചത്? ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ലാസ്റ്റ് 1 ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് n കിട്ടി അല്ലെ. ഞാൻ ഇനി SN എന്ന് പറഞ്ഞ് എഴുതുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സം അതുപോലെ എഴുതാം. 5 പ്ലസ് 9 പ്ലസ് 13 പ്ലസ് 81 അല്ലെ, എക്സെട്ര 81 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് xn. എനിക്കിവിടെ n കിട്ടിയത് 20 ആണ് അല്ലെ. അപ്പൊ S20 ആദ്യത്തെ 20 ടേമിന്റെ സമ്മ് ദാറ്റ് ഈസ് 20 ബൈ 2 ഇൻറ്റു എന്റെ ഫസ്റ്റ് ടേം ആരാണ്? 5 ആണ്. 5 പ്ലസ് ലാസ്റ്റ് ടേം ആരാണ്? 81. xn എന്ന് പറഞ്ഞ ലാസ്റ്റ് ടേം ആണ് കേട്ടോ. 20 ബൈ 2 10 ആണ്. 81 5 കൂട്ടിയാൽ 86 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 860 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചോദ്യം കൂടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു വെക്കുക കേട്ടോ. ഈ സമ്മ് ചോദിക്കുന്ന ചോദ്യമാണ്, ടെക്സ്റ്റിലുള്ള ചോദ്യമാണ് ഇതേ മോഡല്. അപ്പോൾ നല്ല ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ കൂടി പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ? സോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അനിയ കിച്ചു ടെക്.